സുധീഷ് നിധി പുതുതായിട്ട് വാങ്ങിച്ച പാത്രങ്ങളൊക്കെ കഴുകി വെക്കുകയാണ്. അത് കഴിയുമ്പോൾ നിധി ചൂലെടുത്തിട്ട് പറയും, ഞാനിവിടേക്ക് അടിക്കാം, അതുകൊണ്ട് പുറത്തു കൊണ്ടുപോയി കളയണം. സുധീഷ് പറയും ശരി. നിധിയെ അവിടേക്ക് അടിച്ച് അതൊരു ബാസ്ക്കറ്റിലാക്കുകയാണ്. സുധീഷ് അത് കൊണ്ടുപോയി പുറത്ത് കളയും. ഹരീഷാണെങ്കിൽ ആകെ ഭ്രാന്ത് പിടിച്ച പോലെ ഡൈനിങ് ഹാളിൽ ഇരിക്കുകയാണ്. നികേഷ് ചോദിക്കും, എന്തു പറ്റി ഹരീഷേട്ടാ, വീണ്ടും നീതുമായിട്ട് പിണങ്ങിയോ? നിധി ചോദിക്കും, ആണോടാ ഹരീഷേ? ഒന്നും പറയണ്ട ഏടത്തി, അവളുമായിട്ട് പിണങ്ങി എന്നുള്ള കാര്യം പറയാണ് ഹരീഷ്. നിധി പറയും, ഞാനൊന്ന് കുളിച്ചിട്ട് വരാം. അതും പറഞ്ഞ് നിധി അവിടുന്ന് പോവാണ്. സുധീഷ് പറയും, ഇന്ന് നിധിക്ക് ശമ്പളം കിട്ടിയ ദിവസമാണ്, അപ്പോൾ അവൾക്ക് ഇങ്ങോട്ട് പാത്രങ്ങളൊക്കെ വാങ്ങണമെന്ന് പറഞ്ഞു. ഹരീഷ് പറയും, താൻ എന്ത് മനുഷ്യനാടോ, ഏടത്തി അങ്ങനെ പറഞ്ഞാലും താനത് വാങ്ങിക്കാൻ പാടുണ്ടോ? ഇങ്ങോട്ടുള്ള കാര്യങ്ങളൊക്കെ താൻ ചെയ്യണ്ടേ? അതിനെന്താടാ, ഇത് നിധിയുടെ കൂടെ വീടല്ലേ, അവൾക്ക് അങ്ങനെ ചെയ്യുമ്പോൾ സന്തോഷം കിട്ടുന്നുണ്ടെങ്കിൽ എന്തിനാ അത് പോകുന്നത്? ഓ, മറ്റുള്ളവർ പൈസ ചിലവാക്കി കഴിഞ്ഞാൽ തനിക്ക് എപ്പോഴും സന്തോഷമാണ്. സുധീഷ് പറയും, ദേ അനാവശ്യം പറയരുത് കേട്ടോ, നാണം ഉണ്ടോടാ തനിക്ക്? താൻ വെറും ആൾക്കാരെ ഓസിയിട്ടല്ലേ ജീവിക്കുന്നത്? അത് കേൾക്കുമ്പോൾ സുധീഷിന് ദേഷ്യം വരും. സുധീഷ് ഹരീഷിൻ്റെ മുഖത്തിട്ട് അടിക്കുകയാണ്. ഹരീഷിനെ വേഗം നികേഷ് പിടിച്ചു വെക്കും. സുഭാഷ് സുധീഷിനെ പിടിച്ചു മാറ്റും. പക്ഷേ എന്നിട്ടും അവർ രണ്ടുപേരും നിൽക്കില്ല. അവർ തമ്മിൽ പിന്നെ അടി കൂടുകയാണ്. ഇത് കണ്ട് നിധി അങ്ങോട്ട് വരുന്നിട്ട് നിധി നിർത്താനൊക്കെ പറയുന്നുണ്ട്. പക്ഷേ രണ്ടുപേരും അവിടെ കിടന്ന് അടി കൂടുകയാണ്. ദേഷ്യം വന്ന് നിധി അവിടെ ഇരുന്ന മൊന്തയിലെ വെള്ളം എടുത്ത് അവരുടെ ദേഹത്തേക്ക് ഒഴിക്കുകയാണ്. നിധി ചോദിക്കും, നാണമുണ്ടോ നിങ്ങൾക്ക് രണ്ടുപേർക്കും? പറഞ്ഞു തീർക്കാവുന്ന പ്രശ്നമല്ലേ ഉള്ളൂ, അതിനിങ്ങനെ കിടന്ന് ചെറിയ കുട്ടികളെ പോലെ അടി കൂടുകയാണ്. മാറി നിൽക്കുക അങ്ങോട്ട്. അതും പറഞ്ഞ് നിധി അവരുടെ ഇടയിൽ നിന്ന് പോവാണ്. പിറ്റേന്ന് രാവിലെ എല്ലാവരും കൂടെ ഡൈനിങ് ഹാളിൽ ഇരിക്കുമ്പോൾ നിധി പറയും, നാളെ കൂടി കഴിഞ്ഞാൽ സുഭാഷ് ഏട്ടൻ്റെ നിശ്ചയമാണ്, രണ്ടുപേരും ഇങ്ങനെ മുഖം വീർപ്പിച്ചിരിക്കരുത്. സുധീഷ് പറയും, എനിക്കതിന് അവനോട് പ്രശ്നമൊന്നുമില്ല. നികേഷ് പറയും, നാളെ കഴിഞ്ഞാൽ നിശ്ചയമുള്ള ആളാ, ഇതാ രാവിലെ സാധാ പോലെ കടയിൽ പോയി വന്നിരിക്കുന്നു. നിധി പറയും, എന്നും ചെയ്യുന്ന കാര്യമല്ലേ, അല്ലെങ്കിൽ തന്നെ ഇവിടെ ചെയ്യാൻ വേറെ ആരും ഇല്ലല്ലോ, ഇനി നിശ്ചയത്തിൻ്റെ തലവേദന കൊണ്ട് ഈ സുഭാഷ് ഏട്ടൻ്റെ തലയിൽ വെക്കരുത്. സുധീഷ് ചോദിക്കും, ഇതിലിപ്പോൾ എന്താ തലവേദന? നമ്മളെല്ലാവരും വണ്ടി കയറി സമയത്തിന് അവിടെ എത്തിയാൽ പോരെ, ബാക്കിയൊക്കെ അവർ നോക്കൂലേ? നിധി പറയും, എന്നാലും എല്ലാം നല്ലപോലെ നടക്കണമെന്ന് വേണ്ടേ? ഹരീഷ് പറയും, നിശ്ചയത്തിന് അടുത്തുള്ള ആരെയും നമ്മൾ വിളിച്ചില്ല. സുധീഷ് ചോദിക്കും, എന്തിന്? ഇവിടെ ഉള്ളവരൊക്കെ നമ്മളെപ്പറ്റി പറഞ്ഞു നടക്കുന്നത് അറിയാലോ. നികേഷ് കളിയാക്കി ചോദിക്കും, അടുത്തുള്ള ആളുകളോ അതോ അടുപ്പമുള്ള ആളുകളോ? ഹരീഷേട്ടന് നീതുവിനെ വിളിക്കണമെന്നുണ്ട്, അതുകൊണ്ടാണ് ഇങ്ങനെ ചോദിക്കുന്നത്. ഹരീഷ് പറയും, അവൾ വരാമെന്ന് പറഞ്ഞതാ, ഞാൻ പക്ഷേ വരണ്ടാന്ന് പറഞ്ഞു. നികേഷ് ചോദിക്കും, എന്തു പറ്റി? ഹരീഷ് പറയും, അവളിപ്പോൾ വന്നിട്ട് എന്തിനാ? സുധീഷ് ചോദിക്കും, എന്താടാ രണ്ടുപേരും വീണ്ടും ഒടുക്കിലായോ? ഹരീഷ് പറയും, ഏയ്. നിധി ചോദിക്കും, അല്ല നിശ്ചയത്തിന് മോതിരം മാറണ്ടേ, അതിന് മോതിരം വാങ്ങിച്ചിട്ടുണ്ടോ? സുധീഷ് പറയും, സുഭാഷ് ഏട്ടനൊക്കെ ചെയ്യുന്നല്ലേ, മിക്കവാറും അതും ചെയ്തിട്ടുണ്ടാവും. സുഭാഷ് ഏട്ടനോടൊന്ന് ചോദിച്ചു നോക്കാൻ പറയും. സുഭാഷിനോട് സുധീഷ് കാര്യം ചോദിക്കുകയാണ്. സുഭാഷ് പറയും, അതൊക്കെ അവർ വാങ്ങിച്ചോളാന്നാണ് പറഞ്ഞത്, നമ്മളതിൻ്റെ കാശ് കൊടുത്താൽ മതി. ഇത് കേൾക്കുമ്പോൾ എല്ലാവർക്കും വിചിത്രമായിട്ട് തോന്നും. നികേഷ് പറയും, എനിക്ക് പേടിയാവുകയാണ്. നിധിയടുത്ത് വന്നപ്പോൾ ഒരു ഹാപ്പിനെസ് ഉണ്ടായിരുന്നു, അത് പോവുമെന്ന് എൻ്റെ പേടി. നിധി പറയും, ഏയ് അങ്ങനെയൊന്നും ഉണ്ടാവില്ലടാ, സുഭാഷ് ഏട്ടൻ ഒക്കെ നോക്കിയേ ചെയ്യൂ. അച്ഛൻ അങ്ങോട്ട് വരുമ്പോൾ നിധി പറയാ, അച്ഛാ സുഭാഷ് ഏട്ടൻ്റെ നിശ്ചയത്തിന് അച്ഛനും വരില്ലേ? അച്ഛൻ പറയും, ഞാൻ അന്നേ പറഞ്ഞതല്ലേ ഞാൻ വരില്ലാന്ന്. നിനക്കെന്താടാ ആ പെണ്ണിനെ കല്യാണം കഴിക്കണമെന്ന് ഇത്ര വാശി? നിധി പറയും, അച്ഛൻ എന്തായാലും വരണം. ഓ, ഇപ്പോൾ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്നത് നീയാണല്ലോ, ശരി ഞാൻ വന്നേക്കാം. നിധി പറയും, വല്യച്ഛനെ കൂടി വിളിക്കാം. ഇത് കേൾക്കുമ്പോൾ അച്ഛന് ദേഷ്യം വരും. ആ നരകാസുരനെ, അവനൊന്നും വേണ്ട, ആ കല്യാണം മുടക്കുന്നത് തന്നെ അവനായിരിക്കും. അച്ഛനാണെങ്കിൽ വല്യച്ഛനെ വിളിക്കുന്നത് തീരെ ഇഷ്ടമല്ല. നിധി സുഭാഷിനോടുകൂടി ചോദിക്കുകയാണ്. നിധി പറയും, ഞാൻ പോയിട്ട് വിളിച്ചോളാം. സുഭാഷ് പറയും, വേണ്ട മോളെ, ഞാൻ പോയിട്ട് പറഞ്ഞോളാം. നികേഷ് പറയും, അതാ നല്ലത്, ഈ വീട്ടിൽ അവർക്ക് കുറച്ചെങ്കിലും സോഫ്റ്റ് കോർണർ ഉള്ളത് സുഭാഷ് ഏട്ടനോടാ. സുഭാഷ് വല്യച്ഛൻ്റെ വീട്ടിൽ പോയിട്ട് നിശ്ചയം പറയാണ്. അമ്മായിക്കൊന്നും തീരെ ഇഷ്ടാവുന്നില്ല. സുനന്ദയ്ക്കാണെങ്കിൽ ഇത് കേൾക്കുമ്പോൾ തന്നെ സന്തോഷമാവും. സുനന്ദ പറയും, എവിടെന്നാ സുഭാഷ് ഏട്ട പെണ്ണ്? സുഭാഷ് പറയും, ഇവിടെ അടുത്ത് തന്നെ, ഇവരാരും വന്നില്ലെങ്കിലും ഞാൻ വരും സുഭാഷ് ഏട്ട. സുഭാഷ് വല്യച്ഛൻ്റെയൊക്കെ അനുഗ്രഹം വാങ്ങുകയാണ്. പക്ഷേ വല്യച്ഛനൊന്നും സുഭാഷിനെ വലുതായിട്ട് മൈൻഡ് ചെയ്യുന്നില്ല. അമ്മായിക്കാണെങ്കിൽ ഇതൊന്നും ഒട്ടും ഇഷ്ടാവുന്നില്ല. സുഭാഷ് പോയി കഴിയുമ്പോൾ സുനന്ദ പറയും, നിങ്ങൾ പോയില്ലെങ്കിൽ ശാപം കിട്ടും നിങ്ങൾക്ക്. അമ്മായി സുനന്ദയോട് ചൂടാവുകയാണ്. സുനന്ദ പറയും, എൻ്റെ അടുത്ത് ഇനി ഇതുപോലുള്ള ഭാവങ്ങളൊന്നും വേണ്ട, എനിക്ക് അശ്വിനോട് മാത്രം ചോദിച്ചാൽ മതി, നിങ്ങളുടെ ആരുടെയും സമ്മതം എനിക്ക് ആവശ്യമില്ല. അതും പറഞ്ഞ് സുനന്ദ അവിടെ നിന്ന് പോവാണ്. വല്യച്ഛൻ പറയും, അവൾ ഒറ്റയ്ക്ക് ചെന്നാൽ. അശ്വിൻ ചോദിക്കും, എന്താ അവൾ ഒറ്റയ്ക്ക് പോയത്? എന്തായാലും നമുക്കും കൂടി പോവാം. സുധീഷും ഹരീഷൊക്കെ ഒരു നാട്ടിൽ ചെന്നിട്ട് ഒരു വീടിൻ്റെ അടുത്ത് നിന്നിട്ട് അവിടെയുള്ള ആളുകളോടൊക്കെ ചോദിക്കുകയാണ് ഓരോ കാര്യങ്ങൾ. തിരിച്ചവർ വീട്ടിലെത്തുമ്പോൾ നിധി ചോദിക്കും, എന്തായി കാര്യങ്ങൾ? നികേഷും അവിടെ ഉണ്ടാവും. നികേഷിനോട് പറയും, നീ ഒന്ന് അകത്ത് പോയി. നികേഷ് പറയും, സുഭാഷ് ഏട്ടനെ പറ്റിയുള്ള എന്തോ കാര്യമല്ലേ, എനിക്കും കേൾക്കണം. സുധീഷ് പറയും, അവനവിടെ നിന്നോട്ടെ, അവനോട് കേൾക്കണ്ടേ? അവർ പറയും, ഞങ്ങൾ ആ പെൺകുട്ടിയെ പറ്റി പോയിട്ട് അന്വേഷിച്ചു, ആ നാട്ടിലൊക്കെ വളരെ മോശം അഭിപ്രായമാണ്, ആ വീട്ടിലാണെങ്കിൽ ഒരു നിശ്ചയത്തിൻ്റെ ഒരു ഒരുക്കങ്ങളും ഇല്ല. സുധീഷ് പറയും, കാര്യം ഈ നാട്ടുകാർ നമ്മളെ പറ്റി മോശം പറയുമെങ്കിലും പക്ഷേ നമ്മളങ്ങനത്തെ ആൾക്കാരല്ലല്ലോ, ഇനി അവരും അതുപോലെ ആവോ?
നിധി പറയും സുഭാഷേട്ടൻ്റെ കാര്യത്തിൽ ഇങ്ങനെ ഒരു റിസ്ക് എടുക്കാൻ നമുക്ക് പറ്റുമോ? സുധീഷ് പറയും നമുക്ക് ഈ എൻഗേജ്മെൻറ്റ് വേണ്ടാന്ന് വിളിച്ചു പറഞ്ഞാലോ? ഹരീഷ് പറയും അതൊന്നും ശരിയാവില്ല. ഇനി ഇത് സുഭാഷേട്ടനോട് പറഞ്ഞാൽ തന്നെ സുഭാഷേട്ടൻ എന്താ പറയുക? ഒരു പാവം കുട്ടിയുടെ ജീവിതം ഇല്ലാതാക്കാൻ സുഭാഷേട്ടൻ കൂട്ടു നിൽക്കില്ലെന്ന് പറയും. ഇനിയിപ്പോൾ എന്താ ചെയ്യുക? നിധി പറയും ഏതായാലും നിശ്ചയം നടക്കട്ടെ. നിശ്ചയം കഴിഞ്ഞാലേ ആ പെൺകുട്ടിയെ പറ്റിയുള്ള ഒരു ഏകദേശ ഐഡിയ സുഭാഷേട്ടന് കിട്ടുമല്ലോ. അത് കഴിഞ്ഞിട്ട് വേണമെങ്കിൽ സുഭാഷേട്ടന് ഈ കല്യാണം വേണ്ടാന്നൊക്കെ വെക്കാലോ. രാത്രി സുഭാഷ് വേഗം കിടന്നുറങ്ങും. ബാക്കി ആർക്കും ഈ കാര്യങ്ങൾ ഓർത്തിട്ട് ഉറക്കമൊന്നും വരുന്നില്ല. സുധീഷ് പറയും സുഭാഷേട്ടൻ വേഗം ഉറങ്ങി. അച്ഛനാണെങ്കിൽ പുറത്തുനിന്ന് ഇങ്ങനെ പാട്ട് പാടിക്കൊണ്ടേ ഇരിക്കുകയാണ്. നിധിയും ഉറക്കമില്ലാതെ ഇതിനെക്കുറിച്ച് ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്.